നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കനാൽ നവീകരണത്തിലെ മെല്ലെപ്പോക്ക് KIP ജലസേചന പദ്ധതിയുടെ നാശത്തിന് കാരണമാകുന്നു. 4 വർഷമായി കനാൽ അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് നടക്കുന്നില്ല. കാത്ത് ലാബ് സജ്ജമാക്കിയില്ല. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭിക്കുന്നില്ല. 3 വർഷത്തിനിടെ പലതവണ ഡോക്ടർമാരെ നിയോഗിച്ചെങ്കിലും ആരും ചുമതലയേറ്റില്ല. അപകടക്കെണിയായി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അശാസ്ത്രീയമായ റീടാറിംഗ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ടാറിങ്ങിന് മുകളിലെ ഗ്ലേസിംഗും അപകടങ്ങൾക്ക് കാരണം. വിശദമായ വാർത്തകളിലേക്ക്. കനാൽ നവീകരണത്തിലെ മെല്ലെപ്പോക്ക് ജലസേചന പദ്ധതിയുടെ നാശത്തിന് കാരണമാകുന്നു. 4 വർഷമായി കനാൽ അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് നടക്കാത്തതാണ് പദ്ധതിയുടെ തകർച്ചയ്ക്കിടയാക്കുന്നത്. ഇതോടെ ഭിത്തികളിൽ വൻതോതിൽ മരങ്ങൾ വളരുകയും കാട് നിറയുകയും ചെയ്തു. കനാൽ ഭിത്തിയിൽ മരങ്ങളുടെ വേരാഴ്ന്നിറങ്ങുകയും വിള്ളലുണ്ടാകുകയും ചെയ്തതോടെ പലയിടങ്ങളിലും ചോർച്ച ശക്തമായി. 4 വർഷം മുമ്പ് വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കനാലിലെ കാടും മാലിന്യവും നീക്കം ചെയ്യുമായിരുന്നു. ആവർത്തന സ്വഭാവമുള്ള ജോലിയെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ ഇത്തരം ജോലികൾ ഉൾപ്പെടുത്തുന്നില്ല. ഇതേസമയം കഴിഞ്ഞ ബജറ്റിലും ഇത്തവണയുമായി 20 കോടി രൂപ കനാലുകളുടെ നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് പല സ്ഥലങ്ങളിലും ചോർച്ചയടയ്ക്കലും കാടുനീക്കലും നടക്കുന്നുണ്ടെങ്കിലും തുക പര്യാപ്തമല്ലെന്നാണ് ജലസേചന വകുപ്പ് അധികൃതർ പറയുന്നത്. അറ്റകുറ്റപ്പണി നടക്കുന്ന സ്ഥലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മേൽനോട്ടമില്ലെന്നും ആക്ഷേപമുണ്ട്. കനാൽ ഭിത്തിയിലെ മരങ്ങൾ വെട്ടുമ്പോൾ കുറ്റി ഉൾപ്പെടെ നീക്കി സിമന്റ് പൂശേണ്ടതുണ്ട്. ഇത് ഫലപ്രദമായി നിർവഹിക്കാത്തതിനാൽ പലയിടത്തും ഭിത്തിയിൽ വിള്ളലുണ്ടായി വെള്ളം ചോരുന്നു. ഇതുമൂലം ഉപകനാലുകളിൽ വെള്ളം എത്താത്ത സ്ഥിതിയുമുണ്ട്. അതിനാൽ കൂടുതൽ തുക പദ്ധതിക്കായി വകയിരുത്തുകയും വാർഷിക വൃത്തിയാക്കൽ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തുകയും വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ വേനൽക്കാല ജലസേചനത്തിന് കല്ലട പദ്ധതിയിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. തെന്മല അണക്കെട്ടിന് 3 കിലോമീറ്റർ താഴെ ഒറ്റക്കൽ ലുക്കൌട്ടിൽ തടയണ സ്ഥാപിച്ചാണ് വലതുകര ഇടതുകര കനാലിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നത്. വലതുകര കനാൽ 1986-ലും ഇടതുകര 1992-ലുമാണ് പൂർത്തിയാക്കിയത്. പ്രധാന കനാൽ, ഉപകനാൽ, വിതരണ കനാൽ എന്നിവയെല്ലാം കൂടി 911 കിലോമീറ്ററാണ് വ്യാപിച്ചു കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ മണപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞിപ്പുഴ മേഖലാ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത്. സാമ്പത്തികമായ സ്രോതസ്സുകൾ തച്ചുതകർത്ത് മതധ്രുവീകരണത്തിലൂടെ അധികാരത്തിൽ അമർന്നിരിക്കാമെന്ന് വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ചാണ് കാഞ്ഞിപ്പുഴ മേഖല മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കാഞ്ഞിപ്പുഴ, കടുവിനാൽ, മണപ്പള്ളി, മടത്തിൽക്കാരാജ്മ, പള്ളിക്കുറ്റി, പാവുമ്പ മഹല്ലുകളിലെ അംഗങ്ങൾ, ഇമാമുമാർ, ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. മണപ്പള്ളി VM ഓഡിറ്റോറിയം പരിസരത്ത് നിന്നാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ആരംഭിച്ചത്. കോർഡിനേഷൻ ചെയർമാൻ അബ്ദുൽ വാഹിദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 1954-ലെ വഖഫ് നിയമം തന്നെ അസാധുവാക്കിക്കൊണ്ട് 95-ൽ 1995 എന്ന വഖഫ് ആക്ട് നിലവിൽ വരികയും ചെയ്തു. ആ നിലവിൽ വന്നതിന് ശേഷം പിന്നെയും അമെന്റ്മെന്റുകൾ 2013-ലും വരുത്തി. പക്ഷേ ഇതെല്ലാം വരുത്തിയെങ്കിലും ഇതിനകത്ത് ഭരണപരമായി എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായി തന്നെ നടക്കുകയുണ്ടായി. ഈ 2013-ന് ശേഷം ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ മൊത്തം 32ഓളം വഖഫ് ബോർഡുകളും അത്രയും തന്നെ വഖഫ് ട്രൈബ്യൂണലുകളും ഉണ്ട്. ഇത് വളരെ സുതാര്യമായിട്ട് അതിന്റെ ഭരണങ്ങൾ നിർവഹിക്കുന്ന അതിന്റെ മുതവല്ലിമാരും ഒക്കെ വളരെ കാര്യമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം 8.72 ലക്ഷത്തോളം സ്വത്തുക്കളുണ്ട്. ഇതിന്റെ വാല്യൂ പലരും പറയുന്ന 8,000 കോടി, 30,000 കോടി, 15,000 കോടി. ഇതൊന്നുമല്ല, 1 ലക്ഷം കോടി രൂപയുടെ വാല്യൂ ഉള്ള മുതലുകളാണ് ഇതുള്ളത്. മുഹമ്മദ് ഷെരീഫ് അക്സനി, മുഹമ്മദ് യാസിൻ ബുഹാരി, ഹാഫിൾ മുസമ്മിൽ ദാറാനി ബാഖവി, ഹാഷിം മന്നാനി, ഫാദിൽ അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാമഞ്ചിറ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. നസീർ ചീനംവിള നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തഴവ. CPI കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു.
CPI കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം നടത്തി. സംസ്ഥാന നിർവാഹക സമിതി അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. 64 നമ്മൾ പടർന്നു. അതോടുകൂടി നമ്മുടെ വളർച്ച ഒന്ന് ബ്രേക്ക് ചെയ്തു. അവരുടെ ഒന്നാം ഘട്ടം വളരെ പതുക്കെയായിരുന്നു. രണ്ടാം ഘട്ടം നമ്മൾ പിളർന്നത് കൊണ്ട് നമ്മളോടൊപ്പമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും സോഷ്യലിസ്റ്റ് ചേരിയുടെ തകർച്ചയും ലോകത്ത് സൃഷ്ടിച്ച പുതിയൊരു ചേരുവയില്ല പഴയ കാലത്തുണ്ടായിരുന്ന ഒരുപക്ഷെ അതിൻ്റെ ഒരു തിരിച്ചുവരവാണ് ആധുനികകാല നഗരവർഗീയത. ഈ ആധുനികകാല നഗരവർഗീയത ലോകത്ത് കമ്പോളം സൃഷ്ടിച്ച നഗരങ്ങളിൽ ചിലരുടെ കയ്യിൽ ഏത് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കാൻ എന്തിനേയും വിലയ്ക്ക് മേടിക്കാൻ കഴിയുന്ന പണം ജനങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടായപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണ് ഈ കമ്പോള വർഗീയത. അത് കൃത്യമായി ഈ കമ്പോള വർഗീയതയൊക്കെ വരുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി ഒരു പേജിൽ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ ജഗജ്ജീവൻ ലാലി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MS താര, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ R ലതാദേവി, K ശിവശങ്കരൻ നായർ, RS അനിൽ, ജില്ലാ കൗൺസിൽ അംഗം വിജയമലാലി എന്നിവർ പങ്കെടുത്തു. മണ്ഡലം സെക്രട്ടറി I ഷിഹാബ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം നടത്തി. ചിറ്റുമല ശാസ്താംകോട്ട ക്ലസ്റ്റർ തല പരിപാടിയാണ് മൈനാഗപ്പള്ളിയിൽ നടത്തിയത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. കുടുംബശ്രീ കൊല്ലം ജില്ലാ മിഷന്റെ അരങ്ങ് പരിപാടിയാണ് മൈനാഗപ്പള്ളി മിലാദി ഷെരീഫ് ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചത്. അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ ചുറ്റുമല ശാസ്താംകോട്ട ക്ലസ്റ്റർ തല സർഗോത്സവമാണ് നടന്നത്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിൽ എത്രയോ പതിമടങ്ങ് മുന്നിൽ പോയി ഇതിന്റെ പ്രവർത്തനം. കേരളീയ സമൂഹത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി നമ്മുടെ കുടുംബശ്രീ മിഷൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബശ്രീ മിഷനെ ആസ്പദമാക്കി കേരളത്തിൽ ലക്ഷക്കണക്കിനായി വരുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര തരം ലോണുകളാണ് നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി ആ ലോൺ നിങ്ങൾ അടയ്ക്കുകയാണ്. എടുത്ത വായ്പ വളരെ കൃത്യമായി. പണ്ടാണെങ്കിൽ ഇതിന്റെ തുടക്കത്തിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് സരകൻ അധ്യക്ഷത വഹിച്ചു. ഏറെ സന്തോഷവും അനുഭവമാണ്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബശ്രീ വലിയ ഒരു പങ്ക് വഹിക്കുന്നതാണ്. ഇത് നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച കുടുംബശ്രീ അയൽക്കൂട്ടം നമ്മുടെ കുടുംബശ്രീക്ക് മൈനാഗപ്പള്ളിക്ക് ലഭിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അഭിമാനത്തോടു കൂടി കാണും. കുടുംബശ്രീ പ്രസ്ഥാനം അത്തരത്തിൽ വളരെ അഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ നിരവധി പേർ ഇത് തന്നെ ശാസ്താംകോട്ടയിലായാലും മറ്റ് ബ്ലോക്കുകളിലായാലും മറ്റ് പഞ്ചായത്തുകളിലെല്ലാം തന്നെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റുന്നു. കുടുംബശ്രീ ജില്ലാ മിഷൻ ADMC രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈ ഷാജഹാൻ, അൻസാർ ഷാഫി, രാഖി രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, K വത്സലകുമാരി, ബിനു മംഗലത്ത, ശ്രീകുമാർ S, R ഗീത, ശ്രീജ SK, K രാജശേഖരൻ, സരസ്വതി രാമചന്ദ്രൻ, മിനി തോമസ്, ദിവ്യ ജയകുമാർ, മിനി സൂര്യകുമാർ, ലാലി KG, അനീഷ് പടപ്പക്കര, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി, ഷീബ സിജു, സജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭ്യമാകുന്നില്ല. കാത്ത് ലാബ് സജ്ജമാക്കാത്തതാണ് ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭ്യമാക്കാത്തതിന് കാരണം. 3 വർഷത്തിനിടെ പലതവണ ഡോക്ടർമാരെ നിയോഗിച്ചിരുന്നെങ്കിലും ആരും ചുമതലയേറ്റിരുന്നില്ല. കാത്ത് ലാബ് സജ്ജമാക്കാത്തതിനാലാണ് നിയമനം ലഭിച്ചിട്ടും ഡോക്ടർമാർ ചുമതലയേൽക്കാത്തതെന്ന് കഴിഞ്ഞ ദിവസം പുനലൂരിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ PS സുബാൽ MLA പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ഇടപെട്ട് ഉടൻ തന്നെ കാത്ത് ലാബിന് പണം അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
സംസ്ഥാനത്തു തന്നെ ഹൃദ്രോഗ വിഭാഗം അനുവദിച്ചിട്ടുള്ള ഏക താലൂക്ക് ആശുപത്രിയാണ് പുനലൂരിലേത്. 2022 ഇവിടെ തസ്തിക അനുവദിച്ചത്. എന്നാൽ ഒരിക്കലും ഡോക്ടറെ ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിനായില്ല. പലതവണ നിയമന ഉത്തരവിറങ്ങിയെങ്കിലും ആരും ചുമതലയേറ്റില്ല. 2 വർഷം മുമ്പ് ആശുപത്രി സന്ദർശനത്തിനെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടുറപ്പ് നൽകിയിട്ടും ഡോക്ടറെ നിയമിക്കാൻ കഴിഞ്ഞില്ല. 3 വർഷം മുമ്പ് ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക സൃഷ്ടിച്ചതിനൊപ്പം കാത്ത് ലാബ് കൂടി സജ്ജമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ലാബിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി തുകയും അനുവദിച്ചു. എന്നാൽ ഇന്നേ വരെ കാത്ത് ലാബിനായി ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. 2016 മുതലുള്ള നിരന്തര ആവശ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ തസ്തിക അനുവദിച്ച് ഉത്തരവിറങ്ങിയത്. 3 വർഷത്തിനു ശേഷവും തസ്തിക കൊണ്ട് പ്രയോജനമുണ്ടായില്ല. അച്ചൻകോവിൽ പോലെ ജില്ലയുടെ കിഴക്കൻ ആദിവാസി മേഖലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഹൃദ്രോഗ ബാധിതർ കാലങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെയോ സ്വകാര്യ ആശുപത്രികളെയോ ആണ് ആശ്രയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാർ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിൽ MDMA പിടികൂടി. 3 പേർ അറസ്റ്റിൽ. കുണ്ടറ പോലീസിനെ കണ്ട് ഓടിയ യുവാക്കളെ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് 2.60 ഗ്രാം MDMA പിടികൂടിയത്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുണ്ടറ പോലീസ് മാമൂട് ജംഗ്ഷനിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ കാർ നിർത്താതെ പോവുകയായിരുന്നു. പോലീസിനെ കണ്ടോടിയ യുവാക്കളെ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് 2.60 ഗ്രാം MDMA പിടികൂടിയത്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുണ്ടറ പോലീസ് മാമൂട് ജംഗ്ഷനിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് MDMA ലഭിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന വെള്ളിമൺ, ചെറുമീട്, ശ്രീരാമവിലാസത്തിൽ നിതിൻ, ചെറുമൂട് പുത്തൻവിള കിഴക്കതിൽ ദേവൻ, ചെറുമൂട് മാടന്നൂർ വീട്ടിൽ ശ്രീജു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കെത്തിച്ച 2.60 ഗ്രാം MDMAയും 4000 രൂപയും കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുണ്ടറ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന്റെ നിർമ്മാണ പുരോഗതി PC വിഷ്ണുനാഥ് MLA വിലയിരുത്തി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 79 ലക്ഷം രൂപയ്ക്ക് 7 ഡയാലിസിസ് യൂണിറ്റുകളും PC വിഷ്ണുനാഥ് MLAയുടെ ഫണ്ടിൽ നിന്നും 75 ലക്ഷം രൂപയിൽ 7 ഡയാലിസിസ് യൂണിറ്റുകളും അനുവദിച്ചിട്ടുണ്ട്. കുണ്ടറ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയിലെ പഴയ കെട്ടിടത്തിലെ 2ാം നിലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഡയാലിസിസ് യൂണിറ്റുകളുടെ ഉദ്ഘാടനം ഉടനുണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 79 ലക്ഷം രൂപയ്ക്ക് 7 ഡയാലിസിസ് യൂണിറ്റുകളും PC വിഷ്ണുനാഥ് MLAയുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 75 ലക്ഷം രൂപയിൽ 7 ഡയാലിസിസ് യൂണിറ്റുകളും അനുവദിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് RO പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുമായി 25 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. RO പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ഉടൻ തന്നെ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി തവണ അവലോകനങ്ങളും വിലയിരുത്തലുകളും നടത്തിയുണ്ടായി. ഇന്നിപ്പോൾ വന്നത് ഇവിടെ 2 പദ്ധതികളിലായി സർക്കാർ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഡയാലിസിസ് സംവിധാനമുണ്ട്. അതുപോലെ MLA ഫണ്ടിൽ നിന്നും ഇവിടെ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു സൈറ്റ് ഇൻസ്പെക്ഷൻ ഇന്ന് നടത്തുകയുണ്ടായി. അതിനകത്ത് KMCSLൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായി, PWD ബിൽഡിങ്സ് വിഭാഗത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ടായി, ആശുപത്രിയുടെ കരാറ് എടുത്ത ഏജൻസിയുടെ ചുമതലപ്പെട്ടവരുണ്ടായി, ആശുപത്രിയുടെ ഡോക്ടർമാരും മറ്റനുബന്ധ ജീവനക്കാരും, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഞങ്ങൾ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി. RO പ്ലാന്റും ഡയാലിസിസിൻ്റെ യൂണിറ്റുകളും മറ്റുപകരണങ്ങളും സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെട്ട് അതിൻ്റെ നിർദ്ദേശങ്ങളും അതിൻ്റെ ശാസ്ത്രീയമായ സാങ്കേതികമായ പ്രശ്നങ്ങളും ടെക്നിക്കൽ ഇഷ്യൂസും എല്ലാം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തി. ഇപ്പോൾ അത് വളരെ കൃത്യമായൊരു ധാരണയോടുകൂടി ആ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. എത്രയും വേഗം ഡയാലിസിസ് യൂണിറ്റ് കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി നമ്മുടെ കുണ്ടറ നിയമസഭാ മണ്ഡലത്തിലെ പാവപ്പെട്ട വൃക്ക രോഗികൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അവർ പലപ്പോഴും അപേക്ഷിച്ചിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കിട്ടാതെ വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ പോയി വലിയ തുക കൊടുത്ത് വേണം ഇവർക്കിത് ചെയ്യേണ്ടി വരുന്നത്, ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നത്.
അപ്പോൾ ആ സാധാരണക്കാരായ രോഗികൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻപിള്ള, ഗ്രാമപഞ്ചായത്ത് അംഗം ദേവദാസ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബാബുലാൽ, PRO ഷാൻ, PWD ബിൽഡിംഗ് സെക്ഷൻ AE മീനു, ഓവർസിയർ ബിജിത, കരാറുകാരൻ ചന്ദ്രലാൽ, ഡയാലിസിസ് ടെക്നീഷ്യൻ രേഷ്മ, ഹെഡ് നേഴ്സ് മിനി, ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ ഗവൺമെന്റ് HSSലെ SPC സമ്മർ ക്യാമ്പ് സമാപിച്ചു. പ്രതീക്ഷ എന്ന പേരിലാണ് 2 ദിവസത്തെ ക്യാമ്പ് സമാപിച്ചത്. പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികപരമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ്. പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിൻ്റെ സമ്മർ ക്യാമ്പായ പ്രതീക്ഷയാണ് സമാപിച്ചത്. ക്യാമ്പിൻ്റെ 2ാം ദിനം സ്കൂളിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡ് വരെ കേഡറ്റുകളുടെ റോഡ് വാക്ക് നടന്നു. പുനലൂർ ANO സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ SPC കേഡറ്റുകൾ KSRTC ബസ് സ്റ്റാൻഡിൽ ലഹരിക്കെതിരായ നൃത്താവിഷ്കാരം, ഫ്ലാഷ് മോബ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇൻഡോർ ക്ലാസ് പുനലൂർ എക്സൈസ് ഇൻസ്പെക്ടർ റെജി ജേക്കബ്, മാത്യു പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഡ്രഗ് അബ്യൂസ് എന്ന വിഷയത്തിലും ക്ലാസ് നടന്നു. ഈ പറഞ്ഞ ലഹരി മരുന്നുകളെ അതിന്റെ അളവനുസരിച്ചിട്ട് കഠിനമായ ശിക്ഷകളാണ് നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊന്നും തന്നെയും ചെന്ന് ഉൾപ്പെടാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നമുക്ക് വലിയ പ്രയാസമായിരിക്കും. ഇന്ന് എല്ലാവരും പഠിക്കാനായിട്ടൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയി അല്ലേ ഒരുപാട് പേര് പഠിക്കുകയും മറ്റു പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരങ്ങോട്ട് എടുക്കത്തില്ല. ചില രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് അല്ലേ. 2 മലയാളീസിനെ കഴിഞ്ഞ മാസവും ക്യാപിറ്റൽ പണിഷ്മെന്റ് അവിടെ കൊടുത്തു, മയക്കുമരുന്ന് കടത്തിയതിന് കേട്ടോ. അങ്ങനെ പല രാജ്യങ്ങളിലും അങ്ങനെ കർശനമായ ശിക്ഷ നിയമങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2ാമത്തെ ദിവസം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ദേശീയഗാനത്തോടെയാണ് 2 ദിവസത്തെ ക്യാമ്പിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അപകടക്കെണിയായി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത. അശാസ്ത്രീയമായ റീടാറിംഗ് ആണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ടാറിങ്ങിന് മുകളിലെ ഗ്ലേസിംഗ് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അമിത വേഗതയിലെത്താറുള്ള വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നതും പതിവാണ്. കഴിഞ്ഞയാഴ്ചയിൽ സംസ്ഥാന പാതയിലെ പുനലൂർ നെല്ലിപ്പള്ളിക്ക് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് ഡ്രൈവർ ചികിത്സയ്ക്കിടെ മരിച്ചതാണ് അവസാനത്തെ സംഭവം. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പാതയിലെ മുക്കടവിനും പുനലൂർ TB ജംഗ്ഷനും മധ്യേ 34ഓളം വാഹന അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അമിത വേഗതയിൽ കടന്നുവരുന്ന ടോറസ് അടക്കമുള്ള വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് പാതയോരത്തെ നടപ്പാതയിൽ സ്ഥാപിച്ചിട്ടുള്ള സംരക്ഷണ വേലികൾ പല സ്ഥലങ്ങളിലും ഇടിച്ചു തകർത്തു. അശാസ്ത്രീയമായ ടാറിംഗ് സംബന്ധിച്ച് വിദഗ്ധ പഠനം നടത്തി പരിഹാരം കണ്ടെത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും നടപടികൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 2.5 വർഷം മുമ്പ് 178 കോടിയിലധികം രൂപ ചെലവഴിച്ച് ആധുനിക സംവിധാനങ്ങളോടെയാണ് പാത നവീകരിച്ച് മോടി പിടിപ്പിച്ചത്. ചില സ്ഥലങ്ങളിലെ നടപ്പാതകളിലെ ഇരുവശങ്ങളിലും സംരക്ഷണ വേലികൾ സ്ഥാപിക്കാത്തത് കാൽനട യാത്രക്കാരെ ആശങ്കയിലാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. കനാൽ നവീകരണത്തിലെ മെല്ലെപ്പോക്ക് KIP ജലസേചന പദ്ധതിയുടെ നാശത്തിന് കാരണമാകുന്നു. 4 വർഷമായി കനാൽ അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് നടക്കുന്നില്ല. കാത്ത് ലാബ് സജ്ജമാക്കിയില്ല. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഹൃദ്രോഗ വിദഗ്ധന്റെ സേവനം ലഭിക്കുന്നില്ല. 3 വർഷത്തിനിടെ പലതവണ ഡോക്ടർമാരെ നിയോഗിച്ചെങ്കിലും ആരും ചുമതലയേറ്റില്ല. അപകടക്കെണിയായി പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത.
അശാസ്ത്രീയമായ റീടാറിംഗ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ടാറിങ്ങിന് മുകളിലെ ഗ്ലേസിംഗും അപകടങ്ങൾക്ക് കാരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.